ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഞാൻ പിന്നെ രാവിലെ എണീക്കുമ്പോൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കും. ഇപ്പോൾ പിന്നെ ചുമയും കൂടി ആയപ്പം ചൂടുവെള്ളം കുടിക്കുമ്പോൾ ഭയങ്കര സുഖമാണ്. ഇന്നാണെങ്കിൽ ലബിക്കുട്ടന് സ്കൂളില്ല. ഇന്നാണെങ്കിൽ ഡിഫൻസ് മിനിസ്റ്റർ വരുന്നതുകൊണ്ട് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നലെ തന്നെ ആണെങ്കിൽ അവൻ്റെ സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട് ഇന്ന് അവന് സ്കൂളില്ല എന്ന്. ഇച്ചായന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടിഫിനിലാക്കി കൊടുക്കും. അപ്പോൾ ഇച്ചായൻ കടയിൽ പോയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അങ്ങനെ കുട്ടികൾക്ക് രണ്ടുപേർക്കും ഫുഡൊക്കെ കൊടുത്തു. അപ്പം ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ദോശയും ചമ്മന്തിയും ഒരു ഗ്ലാസ് ചായ. എനിക്കാണെങ്കിൽ ദോശ ഇഡ്ഡലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതും ഇഡ്ഡലിയും സാമ്പാറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇച്ചായന് സാമ്പാർ വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് ഞാൻ സാമ്പാർ അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇച്ചായൻ എപ്പോഴും പറയും, എടി നിനക്ക് സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ നീ സാമ്പാർ ഉണ്ടാക്കിക്കോളുന്ന്. പിന്നെ ഇച്ചൂട്ടൻ രാത്രി എന്നെ ഉറക്കിയില്ലെങ്കിൽ ഞാനാണെങ്കിൽ രാവിലെ നേരത്തെ എണ്ണിക്കുവാണെങ്കിൽ ഞാൻ സാമ്പാർ ഉണ്ടാക്കും, ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കും. ഇല്ലെങ്കിൽ ഞാൻ ചട്നിയിലങ്ങ് ഒതുക്കും. എന്നും എനിക്ക് ഇങ്ങനെ സമാധാനത്തോടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. എപ്പോഴെങ്കിലും ഇച്ചൂട്ടൻ വാശി പിടിക്കുവാണെങ്കിൽ പിന്നെ അവനെയും മടിയിലിരുത്തിയിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. കുട്ടികളുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പൊന്നും ചെയ്യില്ല കേട്ടോ. പക്ഷേ എൻ്റെ ടൈമിംഗ് ഒന്നും കൂടി മാനേജ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്തെങ്കിലും രാവിലെ എണ്ണിക്കാൻ ലേറ്റ് ആയെങ്കിൽ അന്നത്തെ ദിവസം ഫുൾ ടൈമിംഗ് എല്ലാം തെറ്റിപ്പോകും. അങ്ങനെ ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ റെഡിയായി. ഇച്ചായനാണെങ്കിൽ കടയിൽ നിന്നും വന്നു. അങ്ങനെ ഇന്ന് എൻ്റെ ഉച്ചയ്ക്കത്തെ ലഞ്ചാണ് ചോറ്, ക്യാബേജ് തോരന്, പിന്നെ ചക്കക്കുരു മെഴുക്ക് വരട്ടി, പിന്നെ ഉള്ളിത്തീയൽ. അയ്യോ, അച്ചാർ വയ്ക്കാൻ മറന്നുപോയി. അങ്ങനെ അച്ചാറും ഉണ്ട് ഇന്നത്തെ ലഞ്ചിന്. എബിക്കുട്ടനും ഇച്ചൂട്ടനും നല്ല ഉറക്കമാണ്. അപ്പോൾ ഇനി അവർ എണ്ണിക്കുന്നതിന് മുന്നേ ഞാൻ ലഞ്ച് കഴിക്കട്ടെ. എബിക്കുട്ടൻ എണ്ണീറ്റാലും കുഴപ്പമില്ല, ഇച്ചൂട്ടൻ എണ്ണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ലഞ്ച് പരിപാടി കഴിഞ്ഞു. അങ്ങനെ ഇച്ചായനാണെങ്കിൽ ഉച്ചയ്ക്ക് വന്നപ്പം സമൂസ മേടിച്ചിട്ടുണ്ടായിരുന്നു. സമൂസ ആണെങ്കിൽ 2 ടൈപ്പ് ഉണ്ടല്ലോ, ചെറിയൊരു സമൂസയും വലുതൊരു സമൂസ ഉണ്ട്. അതിൻ്റെ അകത്ത് ഉരുളക്കിഴങ്ങൊക്കെ സ്റ്റഫ് ചെയ്തത്. ഇതാണെങ്കിൽ ഇതിൻ്റെ അകത്ത് സബോള മാത്രം സ്റ്റഫ് ചെയ്തിട്ടുള്ള സമൂസയാണ്. ഇത് ചെറിയ സമൂസയാണ്. അതിന് ഭയങ്കര ടേസ്റ്റിയും ഭയങ്കര ക്രിസ്പിയുമാണ്. ഇതാണെങ്കിൽ ഇച്ചായൻ ടാൻറ്റി ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. ചില ദിവസങ്ങളിൽ ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കും, പഴംപൊരിയോ അങ്ങനെ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കും. പക്ഷെ ഇന്ന് പിന്നെ ഇച്ചായൻ ഇത് മേടിച്ചോണ്ട് വേറൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ എബിക്കുട്ടനോട് ചോദിച്ചു, എബിക്കുട്ട ഇന്നാ സമോസ കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവന് തീരെ സമോസ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എബിക്കുട്ടനോട്, എടാ ടേസ്റ്റിയാണ് കഴിച്ച് നോക്കുമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട. ഞാൻ കഴിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, എന്നാൽ മമ്മ ഒരെണ്ണം തായോന്ന്. അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ള സമോസ മൊത്തം അവനാ തിന്നീർത്ത്. എന്തിയേ, അതാണ് മമ്മയുടെ മോൻ. ആ എബിക്കുട്ട മമ്മയുടെ മോനെ കാണിച്ചേ. ഇച്ചു കാണിച്ചേ മമ്മയുടെ മോൻ. ഓക്കെ, എബിക്കുട്ടൻ കാണിച്ചേ. അതാ ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ. ഫ്ലൈങ് കിസ്. വെരി ഗുഡ്. എബിക്കുട്ടൻ ഫ്ലൈങ് കിസ് കൊടുക്ക്. ഇച്ചുട്ടൻ ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ. വെരി ഗുഡ്. അങ്ങനെ ഇച്ചായനാണെങ്കിൽ കടയിൽ നിന്ന് വന്നു. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 2 പേരും ആണെങ്കിൽ ഡാഡയുടെ ബാഗിലാണ് തിരച്ചിൽ. എന്താണ് ഡാഡ ബാഗിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. അപ്പം ഇന്നത്തെ എൻ്റെ ഡിന്നറാണ് പൂരിയും ഓനിയൻ റോസ്റ്റ്. മുട്ട ഇടുകയാണെങ്കിൽ അത് മുട്ട റോസ്റ്റ് ആകും. ഇപ്പം മുട്ട ഇടാത്തതുകൊണ്ട് ഞങ്ങളുടെ നോയമ്പായതുകൊണ്ട് ഇപ്പം അതുകൊണ്ട് ഓനിയൻ റോസ്റ്റ് ആണത്. ഇപ്പോൾ ആണെങ്കിൽ 4 മണിക്ക് ഞങ്ങൾ ചായ കുടിക്കാത്തതുകൊണ്ട് രാത്രിയിലാണ് ഞങ്ങൾ ചായ കുടിക്കുന്നത് ഡിന്നർ കഴിക്കുമ്പോൾ. അങ്ങനെ ഇന്നത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ വരുന്നവരെ ടിൽ ദെൻ ബൈ.